പത്തനംതിട്ടയിൽ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നപ്പോൾ വൻപൻ ട്വിസ്റ്റ്. പത്തനംതിട്ടയിൽ ഇത്തവണ LDFന് കനത്ത തിരിച്ചടി. UDF മണ്ഡലം നിലനിർത്തുമെന്ന സർവേ ഫലം. BJPക്ക് അപ്രതീക്ഷിത കുതിപ്പ് ഇത്തവണ ഉണ്ടാകുമെങ്കിലും അനിൽ ആന്റണി രണ്ടാം സ്ഥാനത്ത് എത്തും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പത്തനംതിട്ടയിലേക്കാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കേരളത്തിലെ നിർണായക മണ്ഡലങ്ങളിൽ ഒന്നായ പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥി PC ജോർജ് മകൻ ഷോൺ ജോർജോ ആകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എല്ലാ വിലയിരുത്തലുകളെയും അപ്പാടെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. PC കണ്ടുവച്ച സീറ്റായിരുന്നു അത്. താൻ മത്സരിക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ടയിൽ നിന്ന് മാത്രമാകും എന്നൊരു നിലപാട് വ്യക്തമാക്കിയ PCക്ക് വലിയ നീരസം ഉണ്ടാക്കുന്നതായിരുന്നു അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ പത്തനംതിട്ടയിൽ ഇത്തവണ LDFന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് മനോരമ ന്യൂസ് VMR എക്സിറ്റ് പോൾ ഫലം പറയുന്നു. UDF മണ്ഡലം നിലനിർത്തുമെന്ന് സർവേ പ്രവചിക്കുന്നു. അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിൽ BJPയുടെ അപ്രതീക്ഷിത കുതിപ്പ് ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഫലത്തിൽ പറയുന്നത്. പക്ഷേ അനിൽ ആന്റണി വിജയിക്കാനുള്ള സാധ്യതയില്ല. മണ്ഡലം UDF നിലനിർത്തുമെങ്കിലും അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് അത്ഭുതകരമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. ലോക്സഭയിൽ തുടർച്ചയായി 4ാം ഊഴമാണ് ആന്റണി ഇത്തവണ സ്വപ്നം കാണുന്നത്. ആന്റോ തന്നെ വിജയിക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നു. 36.53% വോട്ടാണ് ആന്റോയ്ക്ക് ലഭിക്കുക. മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുക NDA സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയാണ്. BJP ആന്റണിയുടെ മകൻ എന്ന രീതിയിൽ നടത്തിയ പ്രചാരണം ഗുണം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ. ജീവിതത്തിലെ ആദ്യ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ഇറങ്ങിയത്. 32.17% വോട്ട് അനിൽ നേടുമെന്നാണ് മനോരമ ന്യൂസ് സർവേയിൽ പറയുന്നത്. അനിലിനും BJPക്കും ഇത് വൻ ബൂസ്റ്റാണ്. അതേസമയം CPM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രി കൂടിയായ TM തോമസ് ഐസക് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നാണ് സർവേ പറയുന്നത്. LDFന്റെ വൻ തകർച്ച തന്നെയാണ് സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. തോമസ് ഐസക്കിനെ പോലൊരു നേതാവിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളാനും അനിലിന് സാധിച്ചുവെന്നാണ് സർവേയിൽ പറയുന്നത്. തോമസ് ഐസക്കിന് ആകെ 27.7% വോട്ടാണ് ലഭിക്കുക. UDFും BJPയും തമ്മിലുള്ള ആകെ 4.36% വോട്ടിന്റെ വ്യത്യാസമാണുള്ളത്. പത്തനംതിട്ടയിൽ ഐസക്കിന് വോട്ട് പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു CPM. ക്രിസ്ത്യൻ വോട്ടുകൾ പരമാവധി നേടുക കൂടിയായിരുന്നു ഇതിലൂടെ ലക്ഷ്യമിട്ടത്. എന്നാൽ പ്രചാരണത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും നേട്ടങ്ങൾ LDFനെ തേടി എത്തിയില്ലെന്ന് സർവേ സൂചിപ്പിക്കുന്നു. LDFന് 5.07% വോട്ടാണ് കുറയുക. സർവേയിൽ പറയുന്നു. UDFനും ചെറിയ നഷ്ടമാണ് ഉണ്ടാകുക. 0.47% വോട്ടാണ് കുറയുക. NDAക്ക് 3.23% അധിക വോട്ട് ലഭിക്കും.